إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തം നഫ്സിനോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടെ നടപ്പാക്കാൻ നാം ഓരോരുത്തരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. മഹാനായ പണ്ഡിതൻ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ ഒരിക്കൽ രാത്രിയിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ആ സമയത്ത് അവരിയ്ക്കുന്ന മജ്ലിസിലെ ലൈറ്റ് അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയി. സ്വാഭാവികമായും എന്താണ് സംഭവിക്കുക നമുക്കറിയാം. വിളക്ക് കെട്ടാൽ അത് വിളക്ക് കത്തിക്കാനുള്ള ധൃതിയിലായിരിക്കും ആളുകൾ. ആ സമയത്ത് മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ ഈ റൂമിലെ ലൈറ്റ് അണഞ്ഞപ്പോ അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ കണ്ടത് ഫവജദു സുഫിയാന റഹ്മഹുല്ലാ ഇൻഹമറത് ദുമൂഅഹു കസീറൻ കസീറ. വിളക്ക് അണഞ്ഞ വിളക്ക് വീണ്ടും കത്തിച്ചപ്പോ ഇവര് ഈ മഹാനായ സുഫിയാനി സൗരി റഹ്മഹുള്ളയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റി വീഴുകയാണ്. അപ്പൊ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ചോദിച്ചു, മാലക്, എന്തു പറ്റി താങ്കൾക്ക്? അപ്പോ സുഫിയാനി സൗരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അവരോട് പറഞ്ഞു, തദക്കർത്തൽ ഖബർ, റൂമിലെ ലൈറ്റ് അണഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഖബറാണ്.
ഞാനും നിങ്ങളുമൊക്കെ രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ലൈറ്റ് അണച്ച് കിടക്കാറുണ്ട്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് ഏതെങ്കിലും ദിവസം ഓർമ്മ വന്നിട്ടുണ്ടോ, പടച്ചവനെ എൻ്റെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. ആ ഖബറിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവരായി തീരാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറിൽ 3 ഫിത്നകൾ ഉണ്ട് എന്നതാണ്. 3 ഫിത്ന. ഇത് ഞാൻ പറയുമ്പോൾ അറബി മൂലം ഉപയോഗിച്ചാണ്, അറബിയിലെ ഇബാറത്ത് കൂടെയാണ് ഞാൻ ഉദ്ധരിച്ചാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ഒരു കഥയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. സ്വാഭാവികമായും അതിന്റെ ആശയം അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞു പോയാൽ ചിലപ്പോൾ വിചാരിക്കും ഇതൊരു കഥയാണ്. അല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നാവിൽ നിന്ന് വന്നതാണ്. അപ്പോ 3 തരം ഫിത്നകൾ. ഒന്നാമത്തെ ഫിത്ന, സഹോദരന്മാരെ, ഇത് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഒന്നാമത്തെ ഫിത്ന ലമ്മത്താണ്. ലമ്മത്ത്, ലമ്മ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു എന്നാണ്. കൂട്ടിച്ചേർക്ക്. ലമ്മത്ത് എന്ന് പറഞ്ഞാൽ ഖബർ ഇങ്ങനെ ഇടുങ്ങലാണ്. ഇടുങ്ങൽ. അതായത് ഏതൊരു മനുഷ്യനെയും ഖബറിൽ വെച്ചാൽ അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ആദ്യം നടക്കുക ഈ ലമ്മത്താണ്. ശരിക്കും ശ്രദ്ധിക്കുക, ആദ്യം നടക്കുക ലമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലമ്മത്തിനെ കുറിച്ച് വിശദീകരിച്ചു. 2 തരം ലമ്മത്തുണ്ട്. ആ 2 തരം ലമ്മത്തുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഓരോ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അപ്പോ കുറെ ആളുകളെ കുറിച്ച് ഇങ്ങനെ സ്മരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിനെ കുറിച്ച് പറയാൻ, ഹാദല്ലദീ തഹറക ബിഹിൽ അർശ് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ വശഹിദഹു 70,000 മിനൽ മലായിക. ഞാൻ ഈ പറയുന്നതിന്റെ മലയാളമെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ, അന്നഹു ഹാദല്ലദീ തഹറക ലഹുൽ അർശ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ടപ്പോ, അദ്ദേഹം മരണപ്പെട്ടപ്പോ, തഹറക ബിഹിൽ അർശ്, പടച്ച റബ്ബിന്റെ സിംഹാസനം വറച്ചു. അള്ളാഹുവിന്റെ സിംഹാസനം വറച്ചു. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പുണ്യ ആത്മാവ് ആകാശ ലോകത്തേക്ക് കയറിപ്പോകാൻ വേണ്ടി ആകാശത്തിലെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു. തീർന്നില്ല. വശഹിദഹു 70,000 മിനൽ മലായിക. 70,000 മലക്കുകൾ. 70,000 മലക്കുകൾ സഅദിന്റെ ജനാസക്ക് സാക്ഷിയായി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലഖദ് ളുമ്മ ലമ്മതൻ. എന്നിട്ടും ഖബർ സഅദിനെ ഒന്ന് ഇടുക്കി. ആരാണ് സഅദ് ബിൻ മുആദ്? 70,000 മലക്കുകൾ ജനാസയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ആത്മാവിന് കയറിപ്പോകാൻ എല്ലാ ആകാശ കവാടങ്ങളും തുറക്കപ്പെട്ടു. മാത്രമല്ല, പടച്ച റബ്ബിന്റെ സിംഹാസനം കിടുകിട വിറച്ചു. അങ്ങനെയുള്ള സഅദിനെ ഖബറിൽ വെച്ചപ്പോ വലഖദ് ളുമ്മ ലമ്മതൻ, ആ ഖബർ സഅദിനെ ഒന്ന് ഇടുക്കി. ثم فرج عنه, പിന്നെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സഅദിനെ കുറിച്ച് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നലിൽ ഖബരി ലഗ്തത്തുൻ ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി നജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന് ഒരു കോട്ടിപ്പിടുത്തമുണ്ട്. നമ്മളെ ഉമ്മാനി വാപ്പാനൊക്കെ കൊണ്ടുപോയി വെച്ചില്ലേ, നമ്മൾ ആരും ചിന്തിച്ചോ? ഖബറിന് ഒരു കൂട്ടിപ്പിടുത്തമുണ്ട്. ആ കൂട്ടിപ്പിടുത്തത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. സഹോദരന്മാരെ, ഇതാണ് ഖബറിലെ ഒന്നാമത്തെ ഫിത്ന. ഈ ഫിത്നയിൽ നിന്ന്, ഈ ലമ്മത്തിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. എല്ലാവരെയും ഖബർ എടുക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതായത് സത്യവിശ്വാസിയായ ഒരാളെ ഖബർ എടുക്കുന്നതും കാഫിറിനെയും മുനാഫിഖിനെയും ഖബർ കൂട്ടിപ്പിടിക്കുന്നതും വ്യത്യാസമുണ്ട്. അത് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ മഹാന്മാരായ സലഫുസ് സാലിഹ്യങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നൽ അർള ഉമ്മഹും. ശരിക്കും ശ്രദ്ധിക്കുക, ഇന്നൽ അർള ഉമ്മഹും. ഭൂമി എന്ന് പറയുന്നത് അവരുടെ ഉമ്മയാണ്, ഭൂമി മാതാവാണ്. ഫഗാബു അൻഹാ തവീലൻ. മാത്രമല്ല മിൻഹാ ഖുലിഖു, ആ മണ്ണിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഫഗാബു അൻഹാ തവീലൻ. അതിനുശേഷം ആ മണ്ണ് കുറെ കാലം ഇവരെ കണ്ടിട്ടില്ല. ഫതളുമ്മുഹും ലമ്മ. അവരെ കണ്ടപ്പോ ഒന്ന് കൂട്ടിപ്പിടിച്ചതാണ്. ആരെ? സത്യവിശ്വാസിയെ. ആരാ കൂട്ടിപ്പിടിച്ചത്? ഫതളുമ്മുഹും ലമ്മതൻ വാലിദ ഗാബ അൻഹാ വലദുഹാ. ഒരുപാട് കാലം തന്നിൽ നിന്ന് അകന്ന അപ്രത്യക്ഷനായ തന്റെ മകൻ, ആ മകനെ കണ്ടപ്പോ ഒരു മാതാവ്, പിതാവ് അണച്ചു കൂട്ടിപ്പിടിക്കുന്നത് പോലെ ഖബർ ഒന്ന് അണച്ചു കൂട്ടിപ്പിടിച്ചതാ. ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ അണച്ചു കൂട്ടിപ്പിടിച്ചു എന്ന് വെക്കുക. ഒരു ഉമ്മ, ഒരു വാപ്പ തന്റെ മകളെ ഒന്ന് അണച്ച് കെട്ടിപ്പിടിച്ചു എന്ന് വെക്കുക. എന്തെങ്കിലും സംഭവിക്കുക? വേദന ഉണ്ടാവുമോ? വേദന ഉണ്ടാവില്ല. എന്തുണ്ടാവുക? സന്തോഷം. അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സന്തോഷം. എന്നാൽ കാഫിറിനെയും മുനാഫിഖിനെയും അങ്ങനെയല്ല പിടിക്കുക. കാഫിറിനെയും മുനാഫിഖിനെയും പിടിക്കുന്നത് അവനെ തകർക്കാനുള്ള പിടുത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇന്നൽ കാഫിറ ഫദകറ മൗതഹു ഫആദു റൂഹു ഫീ ജസദിഹി. കാഫിറായ ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊടുക്കും, മടക്കപ്പെടും. എന്നിട്ട് 2 മലക്കുകൾ അവന്റെ അടുത്ത് വരും. എന്നിട്ട് അവനെ പിടിച്ചിരുത്തും. എന്നിട്ട് 3 ചോദ്യം. ആ 3 ചോദ്യമാണ് നമ്മളോടൊക്കെ ചോദിക്കാനുള്ളത്. നമുക്കതിന്റെ ഉത്തരം ഇപ്പൊ പറയാൻ കഴിയും. മൻ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്. ഇതാണ് 3 ചോദ്യം. ആരാണ് നിന്റെ റബ്ബ്? നിന്റെ ദീനേതാ? ആ ചോദ്യത്തിനൊക്കെ ഈ കാഫിറായ മനുഷ്യൻ, മുനാഫിഖായ മനുഷ്യൻ പറയും, ഹാ 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 ലാ അദ്രി. എനിക്കറിയില്ല. കാഫിറായ മനുഷ്യൻ മുനാഫിഖിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ഹാ 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 എന്ന് എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് മുനാഫിഖ് ഇങ്ങനെ ഹാ 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 ഓർക്കണ്, പക്ഷെ പറയാൻ കഴിയില്ല. പക്ഷെ ഈ മുനാഫിഖ് ആരാണ്? ഈ മുനാഫിഖ് ജീവിച്ചിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവനാണ്. അവൻ ഓർക്കാൻ ശ്രമിക്കാൻ കിട്ടൂല, പക്ഷെ പറയാൻ കിട്ടൂല. അവനും അവസാനം പറയും ലാ അദ്രി. അപ്പോ വാനലോകത്ത് നിന്ന് ഒരു വിളിയാളം, ഫയുനാദി മുനാദിൻ മിനസ് സമാ അൻ കദബ ഫഫിർഷുഹു മിനന്നാർ വഅൽബിസുഹു മിനന്നാർ വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ. അസ്തഗ്ഫിറുല്ലാഹ്. ഈമാനുകൾ നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നതാണ്. ആകാശം നിന്ന് വിളിച്ചു പറയും, അവൻ പറയുന്നത് കളവാണ്, അതുകൊണ്ട് അവനെ
നരകത്തിലുള്ള തീയിന്റെ ഒരു കാർപ്പറ്റ്, ആ കാർപ്പറ്റിൽ കിടത്താൻ പറയും. മാത്രമല്ല അവന് തീ കൊണ്ടുള്ള ഒരു വസ്ത്രം, അൽബിസുഹു മിനന്നാർ, തീ കൊണ്ടുള്ള വസ്ത്രം അവന് ധരിപ്പിക്കാൻ പറയും. പിന്നെ അവന്റെ ഖബറിൽ നിന്ന് ഒരു വാതിൽ നരകത്തിലേക്ക് ഇങ്ങനെ തുറന്നിടാൻ പറയും. ഫയഅതീഹി മിൻ ഹർരിഹാ വസുമൂമിഹാ, നരകത്തിന്റെ ചൂടും അതിന്റെ ജ്വാലയും ഒക്കെ ഇങ്ങനെ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സഹോദരന്മാരെ. ഇനി കേട്ടോ, നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതാണ്. ഫയുളയ്യിഖു അലൈഹി ഖബ്റഹു ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലഉഹു. മുനാഫിഖിനെയും കാഫിനെയും അവന്റെ വാരിയെല്ലുകൾ പരസ്പരം ഇടുങ്ങി പൊട്ടി പൊട്ടി തകരുന്ന രീതിയിൽ ഖബർ അവൻ എടുക്കും. വ്യത്യാസം മനസ്സിലായില്ലേ? മുനാഫിഖിനുണ്ട് ലമ്മത്ത്, കാഫിറിനുണ്ട് ലമ്മത്ത്, മുഅ്മിനുണ്ട് ലമ്മത്ത്. പക്ഷേ വിശ്വാസിയുടെ ലമ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഉസൈമി റഹ്മഹുല്ല പറയാം. അതായത് പിന്നെ ഒരു മനുഷ്യൻ, അതായത് ഒരു മാതാവ് എങ്ങനെയാണോ കൽ ഉമ്മു തളുമ്മു വലദഹാ ഇലാ സദ്രിഹാ, ഒരു ഉമ്മ എങ്ങനെയാണ് തന്റെ പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത്, അതുപോലെയായിരിക്കും എന്നാണ് ആരെ? സത്യവിശ്വാസി. അതാണ് ഫൈന ലമ്മത്തൽ അർളി ലിൽ മുഅ്മിനി ലമ്മത്ത റഹ്മ വശഫഖ, റഹ്മത്തിന്റെയും ഷഫഖത്തിന്റെയും കൂട്ടുപിടുത്തം. എന്നിട്ട് ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം, എന്ത്? ഉമ്മ സ്വന്തം കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് പിടിക്കുന്നത് പോലെയായിരിക്കും. മറ്റേത് ശിക്ഷയാണ്. അപ്പൊ സഹോദരന്മാരെ, ഒന്നാമത്തെ ഫിത്തിന ലമ്മത്താണ്. അതായത് ഖബറിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ലമ്മത്താണ്. നമുക്കും ലമ്മത്തുണ്ട്, കാഫിറിനുമുണ്ട്, മുനാഫിഖിനുമുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്, അതിന്റെ സ്വഭാവത്തിലും രീതിയിലും വ്യത്യാസമുണ്ട്. അതാണ് ഒന്നാമത്തെ ഫിത്തിന. രണ്ടാമത്തെ ഫിത്തിന അതിനേക്കാൾ ഭയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ ഒരു സംഭവം വിവരിക്കാൻ, ഷഹിദ്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിനാസത്തിൻ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തലാ ഫീ ഖുബൂരിഹാ. ജനങ്ങളെ, ഈ സമുദായം അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഫിത്ന ഉണ്ടാവും. നമുക്ക് ഫിത്ന ഉണ്ടാവും. ഫൈദൽ ഇൻസാന ദുഫിന, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഖബറടക്കപ്പെട്ടാൽ ഫതഫറഖ അൻഹു അസ്ഹാബുഹു. ഇതൊക്കെ കേൾക്കുമ്പോ ഇത് വേറെ ആരെ കുറിച്ച്? നമ്മളെ കുറിച്ചാണ്. ഇത് ഞാൻ പറയുന്നത് എന്നെ കുറിച്ചാണ്. ഞാൻ മരിച്ച് എന്നെ ഖബറടക്കപ്പെട്ടാൽ ഫതഫറഖ അൻഹു അസ്ഹാബുഹു, എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും ഒക്കെ പിരിഞ്ഞു പോകും. ജാഅഹു മലക്, ആ സമയത്ത് ഒരു മലക്ക് വരും. ഫീ യദിഹി മിത്റാഖ്, ഹദീസാണ്, കഥയല്ല. ഫീ യദിഹി മിത്റാഖ്, ആ മലക്കിന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു വടി ഉണ്ടാവും. ഫഖഅദഹു, എന്നിട്ട് അവനെ എണീപ്പിച്ചിരുത്തും. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. മാ തഖൂലു ഫീ ഹാദർ റജുൽ, മാ തഖൂലു ഫീ ഹാദർ റജുൽ, എന്താണ് നിനക്ക് ഈ മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? ഫഇൻ കാന മുഅ്മിനൻ ഫഖാൽ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ സത്യവിശ്വാസിയാണെങ്കിൽ അവൻ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അത് പറയാൻ. ഇതാ നമ്മൾ പറയേണ്ടത് കേട്ടോ. നമ്മൾ പറയേണ്ടത് ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഫയഖൂൽ, ആ സമയത്ത് മലക്ക് പറയും, സദഖ്ത, നീ സത്യമാണ് പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് കേട്ടോളി, സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ഇലന്നാർ. ആരാണ് പറഞ്ഞത്? സത്യവിശ്വാസി. മലക്കിന്റെ ചോദ്യത്തിന് മണിമണിയായി ഉത്തരം പറഞ്ഞു. പക്ഷേ എന്നിട്ട് എന്താ ചെയ്യുക? സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ഇലന്നാർ, അവന്റെ ഖബറിൽ നിന്ന് നരകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കും. ആരാണ്? ശ്രദ്ധിച്ചോളിയെ. ഫയഖൂൽ, എന്നിട്ട് മലക്ക്
അദ്ദേഹത്തിനോട് പറയും, ഹാദാ കാന മൻസിലുക് ലൗ കഫർത ബിറബ്ബിക്, നീ നിന്റെ റബ്ബിനെ നിഷേധിച്ചിരുന്നുവെങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലം ഇതാകുമായിരുന്നു. പക്ഷേ നീ വിശ്വസിച്ചില്ലേ, നീ ആ റബ്ബിൽ വിശ്വസിച്ചില്ലേ, എന്നിട്ടും തിരിഞ്ഞു കൊടുക്കും. ഫഹാദ മൻസിലുക്, അങ്ങനെ ആ നരകത്തിന്റെ വാതിൽ അടക്കും, അത് ക്ലോസ് ആക്കും. എന്നിട്ട് മറ്റൊരു വാതിൽ, ഫഹാദ മൻസിലുക്, ഇനി അങ്ങോട്ട് നോക്കാം, അതാണ് നിനക്ക് പോകാനുള്ള സ്ഥലം. ഫയുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, അങ്ങനെ അവന് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്കുണ്ട് വാതിൽ, നരകത്തിലേക്കുണ്ട് വാതിൽ. കേട്ടോ, കഥയല്ല, അതാ പറഞ്ഞത്. ഈ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇങ്ങോട്ട് തുറന്നാൽ ഈ മനുഷ്യൻ പറയും, എന്തറിയോ, ഫയുരീദു അൻ യൻഹള ഇലൈഹി, ഇവനെ എണീപ്പിച്ചിരുത്തിക്കണം, നമ്മളെ എണീപ്പിച്ചിരുത്തിക്കണം. എന്നിട്ടതൊക്കെ സംഭവിച്ചു. അങ്ങനെ ഈ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തപ്പോൾ എണീക്കത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അങ്ങനെ ഇവന് ഉദ്ദേശിക്കും ആ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി ഒരു എണീറ്റ് പോവുകയാണ്. ആ സമയത്ത് ഫയഖൂലു ലഹു, അവനോട് പറയും, ഉസ്കുൻ, അടങ്ങ് ആയിട്ടില്ല. ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബർ വിശാലമാക്കപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, വിശ്വാസമാണ് പ്രധാനം. ഇനി അടുത്തത് നമ്മളെ കുറിച്ചല്ല എങ്കിലും പറയാം. വഇൻകാന കാഫിറൻ വമുനാഫിഖൻ, ഇനി അവൻ കാഫിറോ മുനാഫിക്കോ ആണെങ്കിൽ യഖൂലു ലഹു, അവൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. മലക്ക് വരും, ചോദിക്കും, മാ തഖൂലു ഫീ ഹാദ റജുൽ, എടോ ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അവൻ പറയും, ലാ അദ്രി, എനിക്കൊന്നും അറിയില്ല. സമിഅ്തു നാസ യഖൂലു ശൈഅൻ, ആളുകൾ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, അല്ല എനിക്കൊന്നും അറിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ മലക്ക് അവനോട് പറയും, ലാ ദറൈത വലാ തലൈത വലാ ഹതദൈത, നിനക്കറിയില്ല, നീ ആ മനുഷ്യനെ ഫോളോ ചെയ്തില്ല, അതുകൊണ്ട് നിനക്ക് ഹിദായത്തും കിട്ടിയില്ല. ثم يفتح له باب الى الجنه, ഉണ്ടോ? സത്യവിശ്വാസിക്ക് ആദ്യം തുറന്നു കൊടുത്ത നരകത്തിന്റെ വാതിലാണ്. ഈ കാഫിറിനും മുനാഫിക്കിനും തുറന്നു കൊടുക്കുന്ന സ്വർഗത്തിന്റെ വാതിലാണ്. ثم يفتح له باب الى الجنه, ഇവന്റെ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്ക് പറയും, ഹാദാ മൻസിലുക് ലൗ ആമൻത ബിറബ്ബിക, എടോ നീ പടച്ച റബ്ബിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലം ഇതായിരുന്നു. ഫഅമ്മാ ഇദാ കഫർ, നീ നിഷേധിച്ചില്ല റബ്ബിനെ, നീ അവിശ്വസിച്ചില്ല. ഫഇന്നല്ലാഹ അസ്സ വജല്ല അബ്ദലക ബിഹി ഹാദാ, അതുകൊണ്ട് അള്ളാഹു നിനക്ക് പകരം വേറൊന്ന് തന്നിട്ടുണ്ട്, നിനക്ക് പ്രത്യേകം കാണിക്കും. വയുഫ്തഹു ലഹു ബാബുൻ ഇലന്നാർ, അവൻ നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് കേട്ടോളിയും, ثم يقمعه قمعة بالمطراق, ثم يقمعه قمعة بالمطراق, ആ മലക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ വടി കൊണ്ട് ഇവന് ആഞ്ഞൊരടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. യസ്മഉഹാ ഖൽഖുല്ലാഹി കുല്ലുഹും ഗൈറ ഥഖലൈൻ, ഈ ഖബറിൽ കിടക്കുന്ന ഈ അവിശ്വാസിയായ മുനാഫിക്കായ മനുഷ്യനെ ആ മിത്രാക്ക് കൊണ്ട് ശക്തിയായി ആഞ്ഞടിക്കുമ്പോ അവന്റെ അട്ടഹാസം, ആ അടിയുടെ ശബ്ദം പടച്ച റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും കേൾക്കും. ഗൈറ ഥഖലൈൻ, രണ്ടു വിഭാഗം കേൾക്കൂല. ഏതാ ഥഖലൈൻ? അൽ ജിന്നു വൽ ഇൻസ്, മനുഷ്യനും ജിന്നും കേൾക്കൂല, ബാക്കി എല്ലാവരും കേൾക്കും. നമ്മൾ മനസ്സിലാക്കി എന്തറിയോ, ശ്രവണശക്തി ഏറ്റവും കൂടുതൽ മനുഷ്യനല്ല, വിശേഷിച്ചും മരണശേഷമുള്ള മനുഷ്യന്റെ ശ്രവണശക്തി മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ മറ്റ് ജീവികൾക്കാണ്. അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയും, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മയ്യത്ത് കൊണ്ടുപോകുന്ന വഴിയിൽ വല്ല പശുവിനെ പോത്തിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തെ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താ പറയുക, ഈ മയ്യത്ത് കുറെ വിളിച്ച് പറയുന്നുണ്ട്. മയ്യത്ത് എന്ന് പറഞ്ഞ ഞാനും നിങ്ങളാണ്.
നരകത്തിലേക്കുള്ള മയ്യത്താണെങ്കിൽ അവന് ആകെ പേടിച്ച് ബേജാറ് എവിടേക്കാങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് അതിനെ പറയാം. പക്ഷെ നല്ല മനുഷ്യനാണെങ്കിലോ ഖദ്ദിമൂനി ഒന്ന് വേഗം നടക്കി. ഇത് പറഞ്ഞപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അഹദും യഖൂമു അലൈഹി മലകുൻ ഫീ യദിഹി മിത്റാഖുൻ ഇല്ലാ ഹീല ഇൻദ ദാലിക്. റസൂലേ, ഖബറിൽ 2 മലക്കുകൾ വലിയ വടിയുമായി നിൽക്കുന്നത് കണ്ടാൽ ആരും പേടിച്ച് വിറങ്ങലിച്ചു പോകൂലേ? സ്വഹാബത്ത് ചോദിച്ചു. നമുക്കങ്ങനെ ചോദ്യം വരൂല. സ്വഹാബത്ത് ചോദിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആയത്ത് ഓതിയില്ലേ, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ മലക്കിനെ കണ്ടാല് സത്യവിശ്വാസി പേടിക്കൂല, അവനൊരു സബാത്ത് കൊടുക്കും. അല്ലാഹ് പേടിക്കൂല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മുന്നിൽ നിൽക്കുന്ന മിത്രാഖുമായി നിൽക്കുന്ന മലക്കിനെ കാണുമ്പോ സന്തോഷം ഉണ്ടാകുക. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ ഒരുപാട് രീതിയിൽ സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. മലക്കുകൾ വരുന്ന രീതി, മലക്കുകളുടെ രൂപം, അതൊക്കെ ഹദീസാട്ടോ. ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മലക്കുകളുടെ രൂപത്തെക്കുറിച്ച് മലക്കുകൾ കറുത്തിട്ടാണ് പറഞ്ഞത്. അതാഹു മലക്കാനി അസ്വദാനി വ അസ്റഖാനി എന്നാണ്. ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ശരിക്ക് റൂഹാണ് പോയാൽ കഴിഞ്ഞില്ലേ, അവന്റെ അടുത്ത് 2 മലക്കുകൾ വരും, കറുത്ത വർണ്ണമുള്ളവർ. പക്ഷെ ആ മലക്കളുടെ കണ്ണുകൾക്ക് അസ്റഖാനി, നീല ബ്ലൂ കളറാണ്. യുഖാലു ലിഅഹദിഹിമാ അൽ മുൻകർ വലിൽ ആഖിർ നക്കീർ. അതിൽ ഒരാളെ പേര് മുൻകർ എന്നാണ്, മറ്റൊരാളെ പേര് നക്കീർ എന്നാണ്. സഹോദരൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഉറപ്പാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു സംഗതി നടക്കും. അങ്ങനെ സംഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉത്തരം പറയാൻ കഴിയുന്നതാണ്. ഇപ്പോ സ്വഹാബത്ത് ചോദിച്ചില്ലേ, റസൂലെ എങ്ങനെ ഞങ്ങൾ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കൂലേ? അപ്പൊ ആർക്കാ കഴിയുക? യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. അതാണ് വിഷയം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച് നിന്നാൽ നമുക്ക് സാധിക്കും. ഇത് അല്ലാഹു പറയണത്, അല്ലെങ്കിൽ സാധിക്കൂല, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്ര പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും തൗഹീദ് കൈവെടിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്തു കൂടെ ഉറുമ്പ് കയറി പോകുന്നതിനേക്കാൾ ഗോപ്യമായി ഷിർക്ക് വന്ന കഴിഞ്ഞു. ഷിർക്ക് വന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ കാഫിറിനും മുനാഫിക്കിനുമുള്ള ആ മിത്രാക്ക് കൊണ്ടുള്ള കമ്മായത്തുണ്ടാവും. അതുകൊണ്ട് ശരിക്ക് പ്രാർത്ഥിച്ചോളിയും. എപ്പോ മരിക്കാലോ, എപ്പോ മരിക്കാണെങ്കിലും തൗഹീദിലമായിരിക്കണം. ആ തൗഹീദിൽ മരിക്കുന്ന രംഗം നമ്മൾ ഒരുപാട് കേട്ടില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്താണ് ആ വാക്ക്? ഒക്കെ നമുക്കറിയാം. സമാധാനം അറിഞ്ഞ ആത്മാവേന. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഭൂമിയിൽ സഹിച്ചവരാണ് നീ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ നീ ഒരുപാട് തെറിയിട്ടില്ലേ? നീ സമാധാനിക്കോ. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ, എന്നിട്ട് വായോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പൊ 2 ഫിത്നകൾ നമ്മൾ സംസാരിച്ചു. ഒന്നാമത്തത് പിന്നെ ലമ്മത്താണ്, അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ബേജാറാകണ്ട. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, നമ്മൾ അടിയുറച്ച വിശ്വാസികളാണെങ്കിൽ, നമ്മെ പെറ്റ ഉമ്മ നമ്മെ മാറോടെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ നേരെ മറിച്ചായിരിക്കും. എല്ലാത്തിനും അടിസ്ഥാനം, ഔട്ട്പുട്ട് എന്താണ്? വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇൻഷാ അള്ളാഹ് ഒരു ഫിത്നയും കൂടി പറയാനുണ്ട്. ഏതായിരുന്നാലും ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇന്ന് ഏകദേശം 12:15 ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഇവിടെ പള്ളിയിലുണ്ട്, എന്നെ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടു. സഹായം സാമ്പത്തിക സഹായമല്ല കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കലക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതല്ല. അദ്ദേഹത്തിന്റെ അനുജന്റെ മകൻ നമ്മുടെ തൊട്ടടുത്ത പുറങ്ങ് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 32 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഹൃദയം മാറ്റിവെച്ച ശസ്ത്രക്രിയയിൽ ഇന്ന് ഈ സമയത്ത് മദ്രാസിലെ വലിയൊരു ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ഈ ചെറുപ്പക്കാരന് 2 വയസ്സ് സമയത്ത് മരണപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിനും ഈ അസുഖമായിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, അത് കേട്ടപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. അതായത് 40-ന്റെയും 30-ന്റെയും ഇടയിലാണ് പ്രായം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ട സഹായം ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും കഴിയും. കാരണം ഇത് ആർക്കാണ് എപ്പോഴാണ് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അദ്ദേഹം ഇപ്പോഴും ഒരു തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഹൃദയം മാറ്റി വെക്കണം, അല്ലാതെ ബൈപ്പാസ് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു നൽകുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട്, പ്രയാസകരമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അമ്വാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.